ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മൾ ഇന്ന് ഒരു ക്രാഷ് കോഴ്സ് തുടങ്ങുകയാണ്. നമ്മുടെ എക്സാം പോസ്റ്റ്പോൺ ചെയ്തു അല്ലേ. അപ്പോൾ നമുക്ക് കേട്ടഡ് കാറ്റഗറി 3 ഫിസിക്കൽ സയൻസിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഇതിനകത്ത് ഞാൻ ഫിസിക്സും കെമിസ്ട്രിയും അതുപോലെ നമ്മുടെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും സൈക്കോളജി ക്വസ്റ്റ്യൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നോട്ടൊരു കോഴ്സ് പോലെ ജസ്റ്റ് നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ഒന്ന് റിവൈസ് ചെയ്ത് പഠിച്ചു നോക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും നമ്മുടെ വീഡിയോസ് എല്ലാം ഡെയിലി കാണുക. നമ്മൾ കുറേ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം നിങ്ങൾ കണ്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. First question, a body is thrown vertically upward with a velocity of 20 meter per second. The maximum height reached is that you have to find. Okay, so the maximum height we need to find. Okay, so take g is equal to 10 meter per second square. Okay, so what is the formula? We have to find height. So height is equal to u square by 2g. Okay, this is the formula, u square by 2g. So what is c2 u square? U square is equal to 20 square by 2 into 10. So what will be the answer? So the answer will be it is 20 meter. Okay, so the answer is option B, 20 meter. Clear? So our next question, the SI unit of electric current. So what is the SI unit of electric current? Option A volt, option B ohm, option C ampere, option D is coulomb. So the SI unit of electric current is ampere. Okay, so next question, which of the following is a vector quantity? Okay, so vector quantity means what? It has both magnitude and direction, isn't it? Both magnitude and direction. Okay, so they are known as vector quantity. So what is the answer here? The answer is yes, displacement is the answer. So next question, the color of sky. Okay, the color of sky appears blue due to what? In the okay, due to what? Yes, it is the answer, the scattering of light. Okay, the color of sky appears blue. എന്തുകൊണ്ടാണ് ബ്ലൂ കളറായിട്ട് കാണാൻ കാരണം? ബിക്കോസ് നമുക്കറിയാം നമ്മുടെ സ്കാറ്ററിങ് അല്ലെങ്കിൽ ഡിസ്പേർഷനിൽ നമ്മൾ ആ സ്പെക്ട്രം ഓഫ് കളേഴ്സ് പഠിച്ചപ്പോൾ ബ്ലൂ എല്ലാം ലാസ്റ്റ് വരുന്ന കളറാണ്. സോ അതിനൊക്കെ എന്താ വേവ് ലെങ്ത്ത് വളരെ കുറവാണ് അല്ലേ, വേവ് ലെങ്ത്ത് വളരെ കുറവാണ്. അപ്പോൾ വേവ് ലെങ്ത്ത് വളരെ കുറഞ്ഞ കളേഴ്സൊക്കെ പെട്ടെന്ന് സ്കാറ്റർ ചെയ്ത് പോകും. ഓക്കെ, സോ ഈ ബ്ലൂ ഇതൊക്കെ പെട്ടെന്ന് സ്കാറ്റർ ചെയ്ത് പോകും ബിക്കോസ് ദ വേവ് ലെങ്ത് ഇസ് വെരി ലോ. സോ സ്കാറ്റർ ചെയ്ത് പോകുന്നതുകൊണ്ടാണ് നമ്മൾ ഈ നമ്മുടെ സ്കൈ ബ്ലൂ കളറിൽ കാണാനായിട്ട് പറ്റുന്നത്. ബാക്കിയുള്ള റെഡ് എന്നൊക്കെ പറയുന്ന വേവ് ലെങ്ത് വളരെ കൂടുതലാണ്. സോ അതൊന്നും പെട്ടെന്ന് സ്കാറ്റർ ചെയ്ത് പോകത്തില്ല. ഈ പെട്ടെന്ന് സ്കാറ്റർ ചെയ്ത് പോകുന്ന കളറാണ് വേവ് ലെങ്ത് കുറഞ്ഞ കളറ്. സോ അതുകൊണ്ട് ബ്ലൂ കളറിൽ നമ്മൾ കാണുന്നതിന് കാരണം ഈ ബ്ലൂ നല്ലോണം സ്കാറ്റർ ചെയ്ത് എല്ലാ സ്ഥലത്തും നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള എല്ലാ മോളിക്യൂൾസിലും ഇതിങ്ങനെ സ്കാറ്റർ ചെയ്ത് പോകുന്നതുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു സ്കൈ ബ്ലൂ കളറിൽ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, okay, so next question, which of the following is an amphoteric oxide? Okay, what is amphoteric oxide first? See, some metal oxides such as aluminum oxide, zinc oxides, etc. show both acidic as well as basic behavior. Okay, so they show both acidic and basic behavior. So such metal oxides which react with both acids as well as base, അപ്പോൾ അവർ എന്താണ് ആസിഡ് ആയിട്ട് റിയാക്ട് ചെയ്യും, ബേസ് ആയിട്ടും റിയാക്ട് ചെയ്യും, ആൻഡ് ദേ പ്രൊഡ്യൂസ് സോൾട്ട് ആൻഡ് വാട്ടർ. ഓക്കെ, സോ ദാറ്റ് ടൈപ്പ് ഓഫ് ഓക്സൈഡ്സ് ആർ നോൺ ആസ് ആംഫോട്ടറിക് ഓക്സൈഡ്സ്. Okay, so example, aluminum oxide and zinc oxides are example for amphoteric oxide കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം, അലൂമിനിയം oxide and zinc oxide. Okay, aluminum oxide and zinc oxides are amphoteric oxides. Okay, because എന്താണ് അവർ
they show both acidic as well as basic behavior, and these metal oxides which react with both acids as well as base to produce salt and water. Okay, so when they react with acid, ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് അപ്പോൾ ആംഫോട്ടറിക്ക് Al2O3 ആണ്, അലൂമിനിയം ഓക്സൈഡ് ആണ്. അപ്പോൾ Al2O3 is react with HCl. ഇപ്പോൾ ഒരു ആസിഡ് ആയിട്ട് Al2O3 റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2AlCl3 പ്ലസ് 3H2O. കണ്ടോ, നമുക്ക് കിട്ടുന്ന ഒരു സോൾട്ടും ഒരു വാട്ടറും ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അതുപോലെ ഈ Al2O3 ഇനി ഒരു ബേസ് ആയിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ NaOH, സോഡിയം ഹൈഡ്രോക്സൈഡ് ഇസ് എ ബേസ്. അപ്പോൾ അതൊരു ബേസ് ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, നമുക്ക് അവിടെയും കിട്ടുന്നത് ഒരു സോൾട്ടാണ്, അതായത് 2NaAlO3 പ്ലസ് വാട്ടർ. ഓക്കെ, കണ്ടോ, അപ്പോൾ ഒരു ആസിഡുമായിട്ടും ഇത് റിയാക്ട് ചെയ്യുന്നുണ്ട്, എന്താ ബേസ് ആയിട്ടും റിയാക്ട് ചെയ്യുന്നുണ്ട്. രണ്ട് രീതിയിലും രണ്ട് സാധനങ്ങളുമായിട്ടും റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താ, ഒരു സോൾട്ടും വാട്ടറുമാണ് നമുക്ക് കിട്ടുന്നത്. രണ്ട് കേസിലും കണ്ട്, ഇവിടെയും സോൾട്ടും ഇവിടെ വാട്ടറുമാണ് നമുക്ക് കിട്ടുന്നത്. സോ അങ്ങനെയുള്ള ഓക്സൈഡ്സിനെയാണ് നമ്മൾ ആംഫോട്ടറിക് ഓക്സൈഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the reaction between an acid and a base is called. എന്താണ്, ഒരു ആസിഡും ഒരു ബേസും നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, when acid react with the base we will get salt and water. സോ നമുക്ക് കിട്ടുന്ന സോൾട്ട് ആൻഡ് വാട്ടർ ആണ്. അപ്പോൾ ഈ ഒരു റിയാക്ഷൻ ഒരു പേരുണ്ട്. സോ വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് റിയാക്ഷൻ? ദിസ് റിയാക്ഷൻ ഈസ് നോൺ ആസ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. Okay, so the reaction, what is neutralization reaction? The reaction in which an acid and a base react to form salt and water is known as neutralization reaction. Okay, next question. Which gases evolved when zinc react with dilute HCl? Okay, so when zinc, isn't it, a zinc react with HCl, we will get what? Zinc chloride plus hydrogen gas. Okay, we will get which gas? We will get hydrogen gas. Okay, so when zinc react with dilute HCl, we will get hydrogen gas. That is, zinc is more reactive metal than hydrogen, so it displaces hydrogen from HCl. So zinc is more reactive than hydrogen. Okay, so when they react each other, the zinc displaces hydrogen, then it will form zinc chloride. Okay, zinc chloride is formed which dissolves in water. Hydrogen gas is released with effervescence bubbling. Okay, that is hydrogen gas ഉണ്ടാവുമ്പോൾ നമുക്കറിയാം ബബിൾസ് ഉണ്ടാവും അല്ലേ. ഹൈഡ്രജൻ ഗ്യാസ് എന്ന് പറയുമ്പോൾ ബബിൾസ് ആയിട്ടാണ്. സോ അതിൻ്റെ ഒരു റേറ്റിന് നമ്മൾ പറയുന്നത് എഫർവസൻസ് എന്നാണ്. Okay, effervescence. Actually, what is this effervescence? It is the amount of bubbles, അല്ലെങ്കിൽ ആ ബബിൾസ് ഫോം ചെയ്യുന്നതിന് നമ്മൾ പറയുന്നത് effervescence എന്നാണ്. Okay, clear? Okay, next question. Which of the following has the lowest pH? Okay, pH കുറവുള്ള ഏതിനാണ് അല്ലേ. സോ ഓപ്ഷൻസ് ലെമൺ ജ്യൂസ്, മിൽക്ക്, സോപ്പ് സൊല്യൂഷൻ, പ്യുവർ വാട്ടർ. നമുക്കറിയാം നമ്മുടെ pH സ്കെയിൽ അറിയാം അല്ലേ. സോ pH സ്കെയിലിൽ നമ്മൾ കണ്ടു ഫ്രം 0 to 14 വരെ നമ്പേഴ്സ് ഉണ്ട് അതിൽ. സോ കറക്റ്റ് 7ൽ വരുമ്പോൾ അത് എന്തിൻ്റെ pH ആണ്? സോ ദാറ്റ് ഇസ് പ്യുവർ വാട്ടർ അല്ലേ. pH ഓഫ് പ്യുവർ വാട്ടർ ആണ് നമ്മൾ 7ൽ വരുന്നത്. ഓക്കെ, സോ ലെസ് ദാൻ, അപ്പോൾ 7 എന്ന് പറയുമ്പോൾ അതിന് നടുക്ക്, അതിന് ലെസ് ദാൻ വരുമ്പോൾ എന്താണത്? ആസിഡ്സ് ആണ്. ഗ്രേറ്റർ ദാൻ 7 വരുന്നത് ബേസ് ആണ്. ഓക്കെ, pH വാല്യൂ ലെസ് ദാൻ 7 വരുമ്പോൾ ഇറ്റ് ഇസ് ആസിഡ് ആൻഡ് ഗ്രേറ്റർ ദാൻ 7 വരുമ്പോൾ അത് ബേസ്. അപ്പോൾ ഈ കറക്റ്റ് 7ൽ വരുന്നത് എന്താ? ന്യൂട്രൽ വാട്ടർ അല്ലെങ്കിൽ പ്യുവർ വാട്ടർ ആണ്. ഓക്കെ, ന്യൂട്രൽ വാട്ടർ അല്ലെങ്കിൽ പ്യുവർ വാട്ടർ വരുന്നത് എന്താ? pH 7 ആവുന്നത് എന്തിൻ്റെയാണ്? പ്യുവർ വാട്ടർ അല്ലെങ്കിൽ ന്യൂട്രൽ വാട്ടറിൻ്റെ ആണ്. ഓക്കെ, അപ്പോൾ ലെസ് ദാൻ 7 വരുമ്പോൾ അത് ആസിഡ് ആവും, ഗ്രേറ്റർ ദാൻ 7 വരുമ്പോൾ അത് ബേസ് ആവും. അപ്പോൾ ഏതിനാണ് ലോവസ്റ്റ് pH വരുന്നത്?
പി എച്ച് ലോവസ്റ്റ് വരുന്നത് ലെമൺ ജ്യൂസിനാണ്. ബിക്കോസ് ലെമൺ ജ്യൂസിൽ എന്തുണ്ട്, സിട്രിക് ആസിഡ് ആണ് അല്ലേ. ഇപ്പോൾ ആസിഡ് ആണ് ലെമൺ ജ്യൂസ്, സിട്രിക് ആസിഡ് ആണ്. സോ ആസിഡ്സിനൊക്കെ എന്താ കുറവാണ് പി എച്ച്. ഓക്കെ, സോ ലെമൺ ജ്യൂസിനാണ് ലോവസ്റ്റ് പി എച്ച് ഇവിടെ. ഓക്കെ, അപ്പോൾ നമ്മുടെ സൈക്കോളജി സെക്ഷൻ നോക്കാം. അക്കോർഡിംഗ് ടു Piaget, the stage in which a child develops abstract thinking. Okay, according to Piaget, the stage in which a child develops abstract thinking. ഏതാണ് abstract thinking തുടങ്ങുന്ന സമയം? Yes, it is formal operational stage. Okay, the next question, the concept of zone of proximal development was given by ആരാണ്? Zone of proximal development is given by Vygotsky. Okay, the next question, according to Bloom's taxonomy, analysis belongs to which domain? Okay, analysis ഏത് ഡൊമൈനിലാണ്? Yes, it is in cognitive domain. Then which of the following is a characteristics of adolescent learners? ന്റെ characteristics എന്താണ്? lack of curiosity ആണോ, egocentrism ആണോ, high risk taking behavior ആണോ, low motivation ആണോ? ഏതാണ്? Yes, it is high risk taking behavior. Okay, adolescent learners'le ഒരു high risk taking behavior ആണുള്ളത്. Okay, then next is teaching aptitude ലെ questions എന്താണ്? Which of the following is most effective in teaching science teach ചെയ്യുന്നതിന് ഏറ്റവും most effective ആയിട്ടുള്ള മെത്തേഡ് എന്താണ്? ഡിക്റ്റേഷൻ മെത്തേഡ് ആണോ, ലെക്ചർ മെത്തേഡ് ആണോ, ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് ആണോ, റോട്ട് ലേണിംഗ് ആണോ? ഏതാണ്? യെസ്, ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് ആണ് അല്ലേ. എപ്പോഴും സയൻസ് പഠിക്കുമ്പോൾ ഒരു ആക്ടിവിറ്റിയിലൂടെ പഠിക്കുമ്പോൾ ഇറ്റ് ഷുഡ് ബി ക്ലിയർ അല്ലേ, അവർക്ക് കൂടുതൽ അത് ക്ലിയർ ആവും, കൂടുതൽ വിസിബിൾ ആവും, എല്ലാം പെട്ടെന്ന് തലയിൽ കയറും അല്ലേ. സോ ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് ആണ്. ദെൻ നെക്സ്റ്റ്, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് CCE, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ മെയിൻലി ഫോക്കസ് ഓൺ, എന്തിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്? യെസ്, ഇറ്റ് ഈസ് ഓൺലി കോ കരിക്കുലർ ആക്ടിവിറ്റി അല്ലേ. CCE, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ അത് ഫോക്കസ് ചെയ്തിരിക്കുന്നത് എന്താണ്? ഓൺലി കോ കരിക്കുലർ ആക്ടിവിറ്റീസിലാണ്. ഓക്കെ, then next, in Bloom's taxonomy, evaluation refers to എന്താണ്? ഇവാലുവേഷൻ റിഫേഴ്സ് ടു എന്താണ്? റിമെമ്പറിങ് ഫാക്ട്സ് ആണോ, അപ്ലൈയിങ് ഫോർമുല ആണോ, ജഡ്ജിങ് വാല്യൂ ആൻഡ് ക്വാളിറ്റി, എക്സ്പ്ലെയിനിങ് കോൺസെപ്റ്റ്? ഏതാണ്? ഇറ്റ് ഈസ് ജഡ്ജിങ് വാല്യൂ ആൻഡ് ക്വാളിറ്റി. ഓക്കെ, ഇപ്പോൾ ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് ജഡ്ജിങ് വാല്യൂ ആൻഡ് ക്വാളിറ്റി ആണ്. ഓക്കെ, ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, a teacher wants to make students learn by doing, which method is most suitable? ഏത് മെത്തേഡാണ് അവിടെ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്? ഡെമോൺസ്ട്രേഷൻ ആണോ, പ്രോജക്റ്റ് മെത്തേഡ് ആണോ, ലെക്ചർ മെത്തേഡ് ആണോ, മെമ്മറൈസേഷൻ മെത്തേഡ് ആണോ? ഏതാണ്? പ്രോജക്റ്റ് മെത്തേഡ് ആണ്. ഓക്കെ, എ ടീച്ചർ വാണ്ട്സ് ടു മേക്ക് സ്റ്റുഡൻസ് ലേൺ ബൈ ഡൂയിങ്. ഓക്കെ, ചെയ്തുകൊണ്ട് പഠിക്കുക. അപ്പോൾ അതിന് വേണ്ടി മെത്തേഡ് എന്താണ്? പ്രോജക്റ്റ് മെത്തേഡ് ആണ്. ഓക്കെ, ക്ലിയർ? സോ ഇന്നത്തെ ക്ലാസ് കണ്ട എല്ലാവർക്കും താങ്ക് യു. നമ്മുടെ ചാനലിൽ നമ്മളിനി ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് പറഞ്ഞതുപോലെ നമ്മൾ ചാപ്റ്റേഴ്സ് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും നമ്മൾ ക്ലാസ്സുകൾ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. സോ നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ കുറേ പഠിക്കുകയാണ്. സോ ഓരോ ദിവസവും കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് പഠിച്ചു പോകാൻ പറ്റും. സോ എല്ലാവരും നമ്മുടെ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യാം. സോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ ഇന്നത്തെ ക്ലാസ് കണ്ട എല്ലാവർക്കും വലിയൊരു താങ്ക് യു സോ മച്ച്. സോ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.